സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കുക്കിംഗ്. എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ അച്ഛൻ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് നേരത്തെ റെഡി ആക്കണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചിക്കനൊക്കെ വൈകിട്ട് വാങ്ങിച്ചായിരുന്നെങ്കിലും കറി വെക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും വൈകിട്ടായപ്പോഴത്തേക്കും ഒരു മടി തോന്നി കേട്ടോ. അപ്പോൾ ഞാനും അമ്മച്ചും കൂടെ പ്ലാൻ ചെയ്ത് നമുക്കൊരു വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നമുക്ക് കറിയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ കറിയും അപ്പവും ആയിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അപ്പവും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചു ആണെങ്കിൽ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എന്നെ നോക്കി നിൽക്കുമായിരുന്നു. പാവം അമ്മച്ചി, ഞാൻ പറ്റിച്ച പോലെ ആയിപ്പോയി. ഇന്ന് നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഒന്ന് ഹാപ്പി ആക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് രാവിലെ കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. അച്ഛൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ചെറുതായിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്തൊന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. സാധാരണ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെയാണ് മിക്കപ്പോഴും ഉണ്ടാവാറ്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിൽ പോയി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് എപ്പോഴും ഇങ്ങനെ അടിച്ച് തൂത്തുവാരി കഴുകിയൊക്കെ ഇട്ടില്ലെങ്കിൽ മണ്ണും പൊടിയും ചെളിയൊക്കെ ആയിട്ട് കിടക്കും. മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഈ വൈറ്റ് പോട്ടിലൊക്കെ മണ്ണും ചെളിയെല്ലാം ഇങ്ങനെ തെറിച്ച് നനഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അതൊക്കെ എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും എനിക്കിപ്പം ഇതൊരു പണി തന്നെയാണ്. പിന്നെ മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും ചെടികളൊക്കെ നല്ല ജീവൻ വെച്ച് ഉഷാറായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ചെടികളൊന്നും ഇങ്ങനെ മാറ്റാതെ വെച്ചിരിക്കുന്നത്. 2-3 വർഷമായിട്ട് എനിക്ക് പിടിച്ച് കിട്ടാതെ പോയ സ്പൈഡറും ഈ കലേഡിയും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് നല്ല പോട്ടിലാക്കി സിറ്റ് ഔട്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതായിരുന്നു. മഴക്കാലാകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് അപ്പച്ചയെ മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഞായറാഴ്ച കുർബാന മുടങ്ങിപ്പോയാൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കുർബാന കൂടുന്നൊരു ചെറിയൊരു നിർബന്ധമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും. എല്ലാ ദിവസവും പതിവില്ലാത്തതാണെങ്കിലും കുറച്ച് കടുപ്പമൊക്കെ ഇട്ട് നല്ലൊരു ചൂടൻ ചായ കുടിക്കാൻ തോന്നി കേട്ടോ. മഴയൊക്കെ അല്ലേ, മധുരവും കടുപ്പവും പാലിന്റെ അളവും വെള്ളത്തിന്റെ അളവും ഒക്കെ ഇവിടെ എല്ലാവർക്കും പലതാണ് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് വേണ്ട രീതിയിൽ ചായ ഇട്ട് കുടിക്കലാണ് പതിവ്. അമ്മച്ചയാണെങ്കിൽ രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അച്ചു കഴിച്ചു കൂട്ടത്തിൽ അവളുടെ കൂടെ കുറച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാനെടുത്തപ്പോൾ എൻ്റെ കൂടെയും കഴിക്കണം എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്ന ചായയൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ സാധാരണ ചിക്കൻ കറിയേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ചിക്കൻ കറി. ചോദിച്ചപ്പോഴാണ് പറയുന്നത് യൂട്യൂബ് റെസിപ്പിയിലാണോ ഉണ്ടാക്കിയെന്ന്.